സ്മൃതികൾ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇത് ചാനലിൽ നിർത്തിയോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്ലാന്റ്സിന്റെ സെയിലൊന്നും നിർത്തിയിട്ടില്ല. കാരണം ഇത് ചോദിക്കാൻ കാരണം നമ്മൾ ഇതിന്റെ ഷാലു ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും അതിൽ നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ്, ഓർണമെന്റ്സ് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിന്റെ വീഡിയോ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ചെടികളില്ലേ ഇനി, അതുമല്ല ഒരാഴ്ച പെൻഡിങ്ങും വന്നുവല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതൊന്നും നിർത്തിയിട്ടില്ല. ചെടികളൊക്കെ എല്ലാം സെയിലൊക്കെ ഉണ്ട് കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കാറ്റലോഗൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷാലു ട്രെൻഡ്സിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ താല്പര്യമുള്ളവർ വരുമ്പോൾ ഇപ്പോൾ സാരികളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബ്ലൗസുകൾ, സാരികളൊക്കെയാണ്. ഇനിയിപ്പോൾ വരുന്നതിലൊക്കെ നമ്മൾ ചുരിദാർ ഇതൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് ഫോളോ ചെയ്തേക്കട്ടെ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമാണ് മെയിനായിട്ട് നമ്മളത് സെയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെടികൾ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി പേര് ചോദിക്കുന്നതാണ് നമ്മളുടെ ലക്കി ബാമ്പു വെറൈറ്റികൾ. നമ്മൾ പണ്ട് ഏറ്റവും ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്തത് ലക്കി ബാമ്പു ചെയ്തിട്ടാണ് തുടങ്ങിയത്. ഒരു 10 പ്ലാന്റ്സുകൾ ലക്കി ബാമ്പു 5 വെറൈറ്റികളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഏറ്റവും ആദ്യത്തെ വീഡിയോ, എൻ്റെ സെയിൽ വീഡിയോ അതായിരുന്നു. നമ്മൾ കുറേ നാളുകൾ നമ്മൾ ഗാർഡൻ ടൂറും അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒത്തിരി പേരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആദ്യത്തെ വീഡിയോ അതായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്കത് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ 2-3 പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് ഒത്തിരി പേർക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികൾ കാണിച്ചു പോകാം. നമുക്ക് സാൻസേവേരിയ വെറൈറ്റികൾ ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ദാ ഈ നമ്മുടെ സുപ്രഭ, ദാ ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. ദാ ഇത് കേട്ടോ, സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ വിറ്റിനി സ്റ്റോക്കിലുണ്ട്. ദാ ഇത്. പിന്നെ ദാ ഈ ഒരു വെറൈറ്റിയും സ്റ്റോക്കിലുണ്ട് കേട്ടോ. ചെറിയ വെറൈറ്റികളാണ്. ദാ ഇത് 2 ഷൂട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ദാ ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് അങ്ങനെ ആയിരിക്കും. ഇത് കോംബോ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അത് നോക്കിക്കോളൂ. പിന്നെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ വാനില എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമുക്ക് ഇലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഇല വെറൈറ്റികൾ അങ്ങനെയൊക്കെ ചെടികളൊക്കെ ലീഫി പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അധികം വിലയൊന്നും ഇല്ലാത്ത പ്ലാന്റ് ആണ്. പെപ്രോമിയ വെറൈറ്റി ആണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. വാനില എന്ന് പറഞ്ഞിട്ടാണ്, നല്ല കട്ടിയുള്ള ഇലയാണ്. പിന്നെ നമ്മളുടെ ഫെഡിലാന്തസ്, നമ്മളുടെ വേരിഗേറ്റഡ് വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുകയാണ്. നമുക്കിത് ഗ്രീൻ വെറൈറ്റി 5 പ്ലാന്റ്, ഒരു ബോട്ടിൽ 5 പ്ലാന്റ് അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഹവോത്തിയ വെറൈറ്റി ഇതാ ഇത് ഒരു പോട്ടിൽ എന്തായാലും ഒരു മെയിൻ പ്ലാന്റും പിന്നെ ഒരു ചെറിയ പ്ലാന്റും അങ്ങനെ കുഞ്ഞു പ്ലാന്റുകൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ ഒരു വലുതും ഒരു ചെറുതും അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പോട്ട് സൈഡായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. പിന്നെ നമ്മുടെ കലാത്തിയ വെറൈറ്റികൾ കാണിച്ചു പോകും. കലാത്തിയ അതാ ഈ നമ്മളുടെ മക്കിയോന സ്റ്റോക്കിലുണ്ട്. ഇതാ ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകൾ നല്ല ഭംഗിയായിട്ട് വളർത്താവുന്നതാണ്. പിന്നെ നമ്മുടെ റസ്കോ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് റസ്കോ സ്റ്റോക്കിലുള്ളത്. പിന്നെ നമ്മളുടെ വിറ്റാറ്റ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. അതായത് ഈ ഒരു വെറൈറ്റി. ഒത്തിരി പേര് നമ്മളിങ്ങനെ വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് ചിലപ്പോൾ കാറ്റലോഗിൽ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസുകൾ ചിലപ്പോൾ മനസ്സിലാകില്ലല്ലോ. അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ വരുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ ഓർബിഫോളിയോ ചെറിയ പ്ലാന്റ് ആണ് എങ്കിലും 2-3 ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ 2ആണ് കാണുന്നത്. ദാ ഇങ്ങനെ കേട്ടോ. പെട്ടെന്ന് തന്നെ വലുതായിക്കോളും. നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള, അത് വലിയ പ്ലാന്റ് ആകുമ്പോൾ നമുക്കിത് ഓർബിഫോളി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾക്കൊരു ഇച്ചിരി കനം കുറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതാ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് വന്നപ്പോഴും ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഇലയിൽ ഉണ്ടാവും കേട്ടോ. അത് പിന്നെ അടുത്ത ഇലയൊക്കെ വരുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും. പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ ബേർഡ് ഓഫ് പാരഡൈസ് 2 പ്ലാന്റിൻ്റെ പോട്ടുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് സ്റ്റോക്കിലുള്ള. പിന്നെ എപ്പിപ്രേമം സെബു, ദാ
നല്ല ഭംഗിയാണ്. കിട്ടിയവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. നമുക്ക് സെബു സ്റ്റോക്കിൽ ആദ്യമായിട്ട് വന്നതാണ്. ഒരു ചെറിയൊരു സിൽവർ ടച്ചായിട്ട് ഇലകൾ ഇതാ ഇങ്ങനെ കേട്ടോ സ്റ്റോക്കിലുണ്ട്. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഒരു പച്ചപ്പൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളുടെ പോത്തോസിൻ്റെ വെറൈറ്റി, പോത്തോസ് വലിയ ഇതിൻ്റെ വെറൈറ്റി ഇതാ പോത്തോസ് നിയോൺ പോത്തോസ് കേട്ടോ. ഇത് ഇത്രയും ഇതിലുള്ള പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി വന്നത് ഇത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. മണി പ്ലാന്റ് പോത്തോസിൻ്റെ വെറൈറ്റി അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഡ്രസീന വെറൈറ്റി ഇത് ദാരാസിംഗ് അത് ഒരു പോട്ടിൽ 2 പ്ലാന്റിൻ്റെ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇത് അലക്കേഷ്യ വെറൈറ്റി അലക്കേഷ്യ ബാമ്പിനോ ഒരു പോട്ടിൽ കൂടുതൽ പ്ലാന്റുകളുണ്ട്. ഒരു വലിയ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റും, ഇതിലിപ്പോൾ കുഞ്ഞു പ്ലാന്റ് ഒരു വലിയതും ഒരു ചെറുതും എന്തായിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ അത് പിന്നെ കുഞ്ഞു ബേബി പ്ലാന്റുകളും ഉണ്ടാവുമേ. പിന്നെ ഇതും നമ്മുടെ ഫിലാഡോണ്ടോൺ വെറൈറ്റി, ഫിലാഡോണ്ടോൺ ചോക്ലേറ്റ് ഇംപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. കറക്റ്റ് ചോക്ലേറ്റ് ഇംപ്രസ് അല്ല എങ്കിലും വേറൊരു പേരിലാണ് വന്നേക്കുന്നത്. നമുക്ക് പണ്ട് ചോക്ലേറ്റ് ഇംപ്രസ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിലാണ്. പക്ഷേ ഇലകൾ അത്രയ്ക്ക് അത് ചോക്ലേറ്റ് കളർ വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളുടെ ഫിലാഡോണ്ടോൺ വെറൈറ്റി തന്നെ ഈ ഒരു വെറൈറ്റി ഹാർട്ട് ലീഫ് എന്നൊക്കെ പറയും, ഓക്സികാർഡിയം ഗ്രീൻ അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മുടെ പോത്തോസിൻ്റെ ഇത് നമ്മുടെ ഗോൾഡൻ പോത്തോസ് ഈ സാധാരണ വെറൈറ്റി. ഇത് നമ്മൾ ആദ്യം കാണിച്ചതായിട്ട് വെറൈറ്റികൾ വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യം കാണിച്ചത് കുഞ്ഞ് ഇലകളാണ്, ചെറിയ ഇലയായിട്ട് കുറച്ചും കൂടെ യെല്ലോയിഷ് കൂടുതലായിട്ടുള്ളത്. ഇത് നമ്മുടെ സാധാരണ വെറൈറ്റിയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകളായത് കേട്ടോ. പിന്നെ ഒരു എപ്പിപ്രൈമം വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇങ്ങനെ ഇലകളിൽ വേരിഗേഷൻ വന്നിട്ടുള്ള നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ പറ്റുന്ന പ്ലാന്റുകളും സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഫിലാഡോണ്ടോൺ വെറൈറ്റി മയോനി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇത് സ്റ്റിക്കൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തേണ്ടത് പ്ലാന്റ് ആണ്. പിന്നെ നമ്മളുടെ അതിൻ്റെ ഏരിയൽ റൂട്ടൊക്കെ നന്നായിട്ട് ഫോം ചെയ്തേക്കുന്ന ഒരു പോട്ടിൽ മിക്കവാറും തന്നെ 2 പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു പ്ലാന്റ് 2 പ്ലാന്റ് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കൊക്കോപ്പീറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഇലയുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ലക്കി ബാമ്പുവിൻ്റെ വെറൈറ്റി കാണിക്കാം. ഈ പ്ലാന്റ് നമുക്ക് വരുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റാണ് ഈ ലക്കി ബാമ്പു. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ 4 ലീഫായിട്ടുള്ള പ്ലാന്റ്, ഒരു വേരിഗേറ്റഡ് വെറൈറ്റി എന്ന് തന്നെ പറയാം. വൈറ്റും ഗ്രീനും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ബോർഡർ ഒരു വൈറ്റ് ആയിട്ട് മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്ന പ്ലാന്റുകളാണ്. ഒരു പോട്ടിൽ 2 പ്ലാന്റുകളായിരിക്കും. എല്ലാം തന്നെ ഒരു പോട്ടിൽ 2 പ്ലാന്റുകൾ. വ്യത്യാസമുള്ളത് ഞാൻ പറയാം കേട്ടോ. ഇങ്ങനെയാണ് വന്നേക്കണേ. കാറ്റലോഗിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എല്ലാ വെറൈറ്റികളുടെയും ഫോട്ടോ സഹിതം കൊടുത്തേക്കാം. അടുത്ത വെറൈറ്റി വരുന്നത് ഇതാണ്. ഗ്രീനും അതിൻ്റെ പാറ്റേൺ നോക്കിക്കോളൂ കേട്ടോ. ഗ്രീനും ഒരു നടുക്ക് ഒരു ലൈൻസും ആയിട്ട് വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാറ്റേൺ വരുന്നത്. ഇത് കണ്ടോ, ഒരു വൈറ്റ് ലൈനും എല്ലാം ചേർന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഇലയായിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ലക്കി ബാമ്പൊക്കെ ഒടിച്ചൊടിച്ച് നടാവുന്നതാണ് കേട്ടോ. നല്ല ഇതിലേക്ക് നട്ട് കഴിഞ്ഞാൽ നല്ലോണം വളർന്നോളും. നമുക്ക് ഒടിച്ചൊടിച്ച് പോട്ടുകൾ നിറച്ച്, ഞാൻ പണ്ടൊക്കെ കാണിച്ചേക്കുന്നത് അങ്ങനെയാണ്. നമുക്കിപ്പോൾ അത് കാണിക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിറഞ്ഞ് പോട്ടുകൾ ഒരു പോട്ടിൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്റ്റെമ്മാണല്ലോ, ഒട്ടും വണ്ണമില്ലല്ലോ. അപ്പോൾ ഒരു പോട്ടിൽ ഒരു 5-6 ഒക്കെ നട്ടിട്ട് നല്ല ഭംഗിയാക്കി നമുക്ക് ടേബിളിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ 2ാമത്തെ വെറൈറ്റിയാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. 3ാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. ഇത് സ്റ്റോക്ക് കുറവാണ് എങ്കിലും കുറച്ചുണ്ട്. ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇങ്ങനെ വരുന്ന വെറൈറ്റി. ഇത് 3ാമത്തെ. ഇനി 4ാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. കുറച്ചും കൂടെ ലീഫ് മെച്ചുവർ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ. ഒരു എന്താ പറയുക, ഇങ്ങനെയാണ് ഇലകൾ വരുന്നത്. അതിൻ്റെ പാറ്റേൺ ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയാണ്. അത് 4ാമത്തെ വെറൈറ്റി. ഇനി 5ാമത്തെ വെറൈറ്റി നമ്മുടെ സാധാരണ വെറൈറ്റികൾ 2 ഉണ്ട് കേട്ടോ. അതും ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മുടെ സാധാരണ വെറൈറ്റി ഗ്രീൻ കളറ്, അതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കേട്ടോ. അതിൽ ഇലകൾക്ക് വേറെ പാറ്റേൺ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഇലകൾ. അതിൻ്റെ തന്നെ ഗോൾഡൻ കളറ്.
ഇങ്ങനെ 2 കളർ. ഇത് ഒരുമിച്ച് കണ്ടാലാണ് കേട്ടോ അതിൻ്റെ കളറുകളുടെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇത് സാധാരണ ഗ്രീൻ കളർ, ഇത് നിയോൺ കളർ, ഗോൾഡൻ കളർ. അങ്ങനെ 5, 4, 5, 6 വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് കേട്ടോ. 6 വെറൈറ്റി ഇപ്പോൾ നമുക്ക് നിലവിൽ ലക്കി ബാമ്പു സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഇനി ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എത്ര എണ്ണമാണ് ഒരു പോട്ടിൽ വരുന്നത്. ഇത് ഓരോരോ സ്റ്റെം ആയിട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചത്. ഇങ്ങനെ ഓരോ സ്റ്റെം ആയിരിക്കും. അപ്പോൾ എത്ര സ്റ്റെം ഉണ്ടെന്ന് ഞാൻ കാറ്റലോഗിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് അതിൻ്റെ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലോ. ഞാൻ മറ്റേ വീഡിയോയുടെ ഷാലൂസ് പെൻസ് എന്നുള്ള ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നോക്കിയിട്ട് സാരികളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ നമുക്ക് സാരികളാണുള്ളത്. സാരികളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓർഡർ ചെയ്തേക്കും. അതിൻ്റെ നമ്പറും എല്ലാം അതിൽ തന്നെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ചെടികൾ ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. വിതിൻ 2 days കേരളത്തിൽ എവിടെയും ചെടികൾ കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.